ദൈവത്തോട് ചേർന്ന് നിന്നാൽ ദൈവം അനുഗ്രഹിക്കും. പക്ഷെ ജീവിതം ശൂന്യതയിലായി കഴിയുമ്പോഴാണ് ഒരു ശൂന്യത. ഭാര്യയെ സ്നേഹിക്കുന്നില്ല, അല്ലെ മക്കളെ സ്നേഹിക്കുന്നില്ല, ആർക്കും എന്നെ വേണ്ട, രോഗിയായി തീർന്നു, ശ്വാസകോശം ചുരുങ്ങിപ്പോകുന്നു, ശ്വാസം എടുക്കത്തില്ല, ജീവിതം അവസാനിപ്പിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ശൂന്യതയിലേക്ക് കർത്താവിൻ്റെ സ്നേഹം നിറയട്ടെ. നമ്മുടെ ജീവിതം കർത്താവിന് പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുക. നമുക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കും. അവിടുന്ന് നിൻ്റെ കണ്ണുനീര് തുടയ്ക്കും. നിൻ്റെ കണ്ണുനീര് തുടയ്ക്കും. നിൻ്റെ ഭാവി അനുഗ്രഹിക്കപ്പെട്ട ഭാവിയായിരിക്കും. നിൻ്റെ മക്കളുടെ ഭാവി അനുഗ്രഹിക്കപ്പെട്ട ഭാവിയായിരിക്കും. ഒരിക്കൽ തള്ളിക്കളയാത്തവണ്ണം കർത്താവ് ഞങ്ങളെ എല്ലാവരെയും ഒത്തിരി ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. ചിലപ്പം കുറവുകളുണ്ട്, പാപങ്ങൾ ചെയ്തിട്ടുണ്ട്, തെറ്റായ ജീവിതം ഒക്കെ സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ എല്ലാം കർത്താവ് ക്ഷമിക്കും. ഒരിക്കലും നിങ്ങളെ തള്ളിക്കളയാനോ ഉപേക്ഷിക്കാനോ കർത്താവായ യേശു തയ്യാറല്ല. യേശു അത്രയധികം നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെ കുറവുണ്ടെങ്കിലും അത്രമാത്രം യേശു നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളെ കരുതുന്നു. നിങ്ങളോട് ഒത്തിരി ഇഷ്ടമാണ് യേശുവിന്. ഹല്ലേലൂയ. യേശുവിന് നിന്നെ ഇഷ്ടമാണോ? ആണോ? ഉറപ്പാ. എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും, എത്ര കുഴപ്പക്കാരനാണെങ്കിലും യേശുവിന് നിന്നെ ഇഷ്ടമായി. യേശു നിന്നെ സ്നേഹമാണ്. നിൻ്റെ മടങ്ങി വരവിന് വേണ്ടി യേശു കാത്തിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ശൂന്യതയും നാശവും നിൻ്റെ അതിർത്തികൾക്കുള്ളിൽ ഉണ്ടാവത്തില്ല. എല്ലാ ശൂന്യതയിലേക്കും കർത്താവ് കടന്നു വരും. എല്ലാ തകർച്ചകളിലേക്കും കർത്താവ് കടന്നു വരും. എല്ലാ നഷ്ടങ്ങളിലേക്കും കർത്താവ് കടന്നു വരും. നിനക്ക് നഷ്ടപ്പെട്ടത് മുഴുവൻ അവൻ ഇരട്ടിയായിട്ട് തിരിച്ചു തരും. വിശ്വസിക്കാവോ? നഷ്ടപ്പെട്ടത് മുഴുവൻ ഇരട്ടിയായിട്ട് കർത്താവ് തരും. ഞാനിപ്പോൾ ഒരു കുടുംബത്തിൻ്റെ കഥ പറഞ്ഞില്ലേ, ലക്ഷം വീട്ടിൽ കിടന്ന കുടുംബമാണ്. ഇന്ന് എല്ലാം അന്ന് നാട്ടുകാർ മുഴുവൻ അധിക്ഷേപിച്ചൊരു കുടുംബമാണ്. പക്ഷെ ഇന്ന് എല്ലാ നന്മകളാലും നിറച്ച് അനുഗ്രഹിച്ച ആ കുടുംബത്തെ. ആ മകൻ കല്യാണം കഴിച്ചിട്ട് 8 വർഷം ആയിട്ട് മക്കളെ ഒരു ദിവസം വീട്ടിൽ എന്നെ കാണാൻ വന്നു. എന്ന് സങ്കടമായിരുന്നു. അന്ന് പ്രാർത്ഥിച്ചു, പ്രാർത്ഥന കഴിഞ്ഞ് പോയി. പിന്നെ UK പോയി. അത് കഴിഞ്ഞ് ഗർഭിണിയായി, ഒരു കുട്ടിയെ കിട്ടി, ഒരു ആൺകുട്ടിയെ കൂടി കർത്താവ്. കണ്ടോ? സങ്കടങ്ങളെല്ലാം കർത്താവ് എടുത്തു മാറ്റാം. അവിടെ സഹനത്തിന് ഒരു പീരീഡ് ഉണ്ട്. ആ ഒരു പീരീഡിൽ നിങ്ങൾ കർത്താവിനോട് ചേർന്ന് നിന്നാൽ ആ പീരീഡിൽ ദൈവം ഇടപെടും. ആ സഹനം കർത്താവ് എടുത്തു മാറ്റും. അവൻ നിൻ്റെ വേദനകളാണ് വഹിച്ചത്, നിൻ്റെ ദുഃഖങ്ങളാണ് ചുമന്നത്. അവൻ ജീവിതകാലം മുഴുവൻ എന്നും തകർച്ചയാണ്, അല്ലെങ്കിൽ രോഗമാണ്, സഹനമാണ്, വേദനയാണെന്നൊന്നും ആരും ചിന്തിക്കരുത്. അത് സാത്താൻ കൊണ്ടുവരുന്ന തെറ്റായ ചിന്തയാണ്. നിൻ്റെ സഹനത്തെ ഒറ്റ നിമിഷം കൊണ്ട് കർത്താവിന് എടുത്തു മാറ്റാൻ പറ്റും. പറ്റുമോ? പറ, പറ്റുമോ? പറ്റുമെന്നേ, ഉറപ്പാ. ഒറ്റ സെക്കൻഡ് കൊണ്ട് നിൻ്റെ സഹനത്തെ അവൻ എടുത്തു മാറ്റും. അതുകൊണ്ട് ഇത്രയും കാലം സഹിച്ചതിന് നന്ദി പറയുക. സഹനത്തെ ഓർത്ത് ദൈവത്തെ ഒരിക്കലും നമ്മൾ പഴിക്കരുത്, കുറ്റം പറയരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഇരട്ടി പങ്ക് കർത്താവ് നമുക്ക് നൽകും. നമ്മൾ വായിക്കുന്നു സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 9-ാം അധ്യായം. സക്കറിയ പ്രവാചന പുസ്തകം 9-ാമത്തെ അധ്യായം. 9-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, 11-12 വചനങ്ങൾ. 11-12. നീയുമായുള്ള എൻ്റെ ഉടമ്പടിയുടെ രക്തനിമിത്തം പ്രവാസികളെ ഞാൻ ജലരഹിതമായ കുഴിയിൽ നിന്ന് സ്വതന്ത്രരാക്കും. ഉണ്ടോ? നീയുമായുള്ള എൻ്റെ ഉടമ്പടിയുടെ രക്തം. അല്ല, യേശുവിൻ്റെ രക്തത്താൽ നമ്മൾ വീണ്ടെടുക്കപ്പെട്ടവരാണ്. എഫെസോസ് 1:7 പറയുന്നുണ്ട്. അതായത് യേശുക്രിസ്തുവിൽ അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് യേശുക്രിസ്തുവിൽ പാപമോചനവും രക്ഷയും അവിടുന്ന് നമുക്ക് നൽകുന്നു. യേശുക്രിസ്തുവിൽ പാപമോചനം, അവൻ്റെ രക്തം വഴി രക്ഷ. ഇവിടെ നമ്മൾ വായിക്കുക, നീയുമായുള്ള എൻ്റെ ഉടമ്പടിയുടെ രക്തനിമിത്തം പ്രവാസികളെ ഞാൻ ജലരഹിതമായ കുഴിയിൽ നിന്ന് സ്വതന്ത്രരാക്കും. ജലരഹിതമായ കുഴി, പൊട്ടക്കിണർ, ജലമില്ല, പൊട്ടക്കിണർ. അവിടെ നിന്ന് ഞാൻ അവരെ മോചിപ്പിക്കും, സ്വതന്ത്രരാക്കും. പ്രത്യാശയുടെ തടവുകാരെ, പ്രത്യാശ ഉള്ളവരുണ്ട്, പ്രത്യാശ നഷ്ടപ്പെട്ടവരുണ്ട്. പ്രത്യാശയുടെ തടവുകാർ, ബന്ധനത്തിലായിരിക്കുന്നവർ, തടവിലാക്കപ്പെട്ടവർ, സാത്താനാൽ തടവിലാക്കപ്പെട്ടവർ, നിരാശയിലും ദുഃഖത്തിലും രോഗത്തിലും ഒക്കെ ആയിരിക്കുന്നവർ, തടവിലാക്കപ്പെട്ടവർ, സാത്താൻ്റെ തടവറയിൽ ആയിരിക്കുന്നവർ. ശരിക്കും അങ്ങനെ ധാരാളം പേരുണ്ട്. തടവിലാക്കപ്പെട്ടവർ,
പ്രത്യാശയുടെ തടവുകാരെ, പ്രത്യാശ നഷ്ടപ്പെട്ട തടവുകാരെ, നിങ്ങളുടെ രക്ഷാദുർഗത്തിലേക്ക് മടങ്ങിപ്പോകുവിൻ. ഈ രക്ഷാദുർഗം ക്രിസ്തു എന്ന വ്യക്തിയാണ്. ദൈവപുത്രനായ യേശു ക്രിസ്തുവാണ്. മാനവരാശിയുടെ ഏക രക്ഷകനായ യേശു ക്രിസ്തു മാത്രമാണ് രക്ഷാദുർഗം. എനിക്കും നിങ്ങൾക്കുമുള്ള ഓടിക്കയറാനുള്ള രക്ഷാദുർഗം, രക്ഷയുടെ പാറ യേശു ക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ. രക്ഷാദുർഗത്തിലേക്ക് മടങ്ങിപ്പോകുവിൻ. നിങ്ങൾക്ക് ഇരട്ടി മടക്കി തരുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. ഇരട്ടി ഇരട്ടി ഡബിൾ പോർഷൻ ഇരട്ടി മടക്കി തരുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. കർത്താവ് പ്രൊക്ലെയിം ചെയ്യുക, പ്രഖ്യാപിക്കുക. ഞാൻ പ്രഖ്യാപിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ പ്രഖ്യാപനം ഇരട്ടി മടക്കി തരും. ഉറപ്പാ. നിനക്ക് നഷ്ടപ്പെട്ടത് സമ്പത്താവാം, ആരോഗ്യമാകാം, എന്തുമാവട്ടെ, ബിസിനസ് ആവാം. നിനക്ക് നഷ്ടപ്പെട്ടത് മുഴുവൻ ഇരട്ടിയായിട്ട് മടക്കിത്തരാൻ ശക്തനായ ഒരു ദൈവത്തിൻ്റെ മുൻപിലാണ് നിങ്ങളിവിടെ ഓരോരുത്തരും ഇരിക്കുന്നത്. അവൻ ജീവിക്കുന്ന ദൈവമാണ്. അവനെ കൊണ്ട് അസാധ്യമായിട്ടൊന്നുമില്ല. അവൻ മരിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവാണ്. അവൻ സർവശക്തനാണ്. ഇരട്ടിയായിട്ട് അവൻ നിനക്ക് മടക്കിത്തരും, ഇരട്ടിയായിട്ട് മടക്കിത്തരും. അവൻ വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ വചനത്തിന് വ്യത്യാസമില്ല. കരമടിച്ചു കർത്താവിനെ ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഉറച്ചങ്ങ് വിശ്വസിച്ചോ. കർത്താവ് ഇരട്ടി പങ്ക് മടക്കി തരും. ഇരട്ടി പങ്ക്. നിനക്ക് നഷ്ടപ്പെട്ടതിൻ്റെ ഇരട്ടി പങ്ക് കർത്താവിന് തരാൻ അധികം സമയമൊന്നും വേണ്ട. വേണോ? വേണ്ട. അവിടെ വിശ്വസിച്ചോ, കണ്ണടച്ച് വിശ്വസിച്ചോ. ഇരട്ടി, ഈ വചനം വിശ്വസിച്ചോ. ഇരട്ടിയായിട്ട് അവൻ മടക്കി തരും. പ്രത്യാശ ഉള്ളവരും പ്രത്യാശ പോയവരും നിരാശയിലായിരിക്കുന്നവരും എല്ലാവരും വിശ്വസിച്ചോ. ഇരട്ടിയായിട്ട് കർത്താവ് മടക്കിത്തരും. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 61 അധ്യായത്തിൽ 6-7 തിരുവചനങ്ങൾ. യെശയ്യാ 61 6-7 വചനങ്ങൾ. കർത്താവിൻ്റെ പുരോഹിതരെന്ന് നിങ്ങൾ വിളിക്കപ്പെടും. നമ്മൾ ഓരോരുത്തരും പുരോഹിതന്മാരാ. വചനം പറയുന്നു, പത്രോസ്ലീഹ പറയുന്നു, നിങ്ങൾ രാജകീയ പുരോഹിത ഗണമാണ്, ദൈവത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട വംശമാണ്, വിശുദ്ധ ജനതയാണ്. ഹല്ലേലൂയ. നിങ്ങൾ പുരോഹിത ഗണമാണ്. കർത്താവിൻ്റെ പുരോഹിതെന്ന് നിങ്ങൾ വിളിക്കപ്പെടും. നമ്മുടെ ദൈവത്തിൻ്റെ ശുശ്രൂഷകരെന്ന് നിങ്ങൾ അറിയപ്പെടും. ഓരോരുത്തരും മാമോദീസ സ്വീകരിച്ച ഓരോരുത്തരും കർത്താവിൻ്റെ ശുശ്രൂഷകർ തന്നെയാണ്. ജനങ്ങളുടെ സമ്പത്ത് നിങ്ങൾ അനുഭവിക്കും. അവരുടെ ധനം കൈവശപ്പെടുത്തി നിങ്ങൾ അഭിമാനിക്കും. ലജ്ജിതരായിരിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഇരട്ടി ഓഹരി ലഭിക്കും. ഇരട്ടി ഓഹരി ലഭിക്കും. അവമതിക്ക് പകരം നിങ്ങൾ സന്തോഷിച്ച് ഉല്ലസിക്കും. നിങ്ങളുടെ ദേശത്ത് ഇരട്ടി ഓഹരി നിങ്ങൾ കൈവശമാക്കും. നിങ്ങളുടെ ആനന്ദം നിത്യമായിരിക്കും. ഹല്ലേലൂയ. ഈ വചനം നേരിട്ട് പറഞ്ഞ്, നിങ്ങളുടെ ദേശത്ത് ഇരട്ടി ഓഹരി നിങ്ങൾ കൈവശമാക്കും. നിങ്ങളുടെ ആനന്ദം നിത്യമായിരിക്കും. ലജ്ജിതരായിരിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഇരട്ടി ഓഹരി ലഭിക്കും. കരമിത്തി പിടിച്ചു പറഞ്ഞ്, ലജ്ജിതരായിരിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഇരട്ടി ഓഹരി ലഭിക്കും. അവമതിക്ക് പകരം നിങ്ങൾ സന്തോഷിച്ച ഉല്ലസിക്കും. നിങ്ങളുടെ ദേശത്ത് ഇരട്ടി ഓഹരി നിങ്ങൾ കൈവശമാക്കും. നിങ്ങളുടെ ദേശത്ത് ഇരട്ടി ഓഹരി നിങ്ങൾ കൈവശമാക്കും. നിങ്ങളുടെ ദേശത്ത് ഇരട്ടി ഓഹരി നിങ്ങൾ കൈവശമാക്കും. നിങ്ങളുടെ ആനന്ദം നിത്യമായിരിക്കും. കർത്താവിൻ്റെ വചനം കണ്ണുമടച്ച് വിശ്വസിക്കണം. അതിനൊരു ചോദ്യം പറച്ചൊന്നുമില്ല. വചനം അതുപോലെ തന്നെ സംഭവിക്കും. ആകാശവും ഭൂമിയും കടന്നു പോകും. അവിടുത്തെ വചനത്തിന് ഒരു വ്യത്യാസമില്ല, ഒരു മാറ്റവുമില്ല. ഇവിടെ ഈ വചനം അങ്ങോട്ട് വിശ്വസിക്കണം, ഏറ്റുപറയണം. കർത്താവ് നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായിട്ട് തിരിച്ചു തരും. കൈ ഉയർത്തി പിടിച്ചേ, വലത്തെ കൈ ഉയർത്തി പിടിച്ചേ, എന്നിട്ട് പറഞ്ഞേ, എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം കർത്താവ് ഇരട്ടിയായി തിരിച്ചു തരും. എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം കർത്താവ് ഇരട്ടിയായി തിരിച്ചു തരും.
എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം കർത്താവ് ഇരട്ടിയായി തിരിച്ചു തരും. ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായി കർത്താവ് തിരിച്ചു തരും. എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായി കർത്താവ് തിരിച്ചു തരും. എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായി കർത്താവ് തിരിച്ചു തരും. അതായത് രോഗികളോട് യേശുവിന് പ്രത്യേകമായ ഒരു കരുതലും സ്നേഹമുണ്ട്. സാധാരണ ഒരു വ്യക്തി രോഗിയായി കഴിഞ്ഞാൽ, മാരകമായ രോഗങ്ങൾ, ഇപ്പം ക്യാൻസർ അല്ലെ ട്യൂമർ, കിടപ്പ് രോഗിയായി കഴിയുമ്പോൾ ഒറ്റപ്പെടലിൻ്റെ വലിയ ഒരു വേദനയിലൂടെ കടന്നു പോകും. അനേകർ അങ്ങനെ പോകുന്നുണ്ടോ? എല്ലാവരും അവഗണിക്കപ്പെടുന്ന ഒക്കെ അവസ്ഥകളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് രോഗികളോട് യേശു എപ്പോഴും കരുണ കാണിക്കുന്നതാണ്. അതാണ് വചനം പറയുന്നത്, 1 പത്രോസ് 2:24, അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെടും. കർത്താവിൻ്റെ മുറിവിൽ നമുക്ക് വേണ്ടി സൗഖ്യമുണ്ട്. യേശു പറഞ്ഞു, ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താൻ, ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താൻ. അപ്പോൾ ശതാധിപൻ പ്രതികരിച്ചു, കർത്താവേ, നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. നീ ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെടും. ഞാനും അധികാരത്തിൽ കീഴ്പ്പെട്ടവനാണ്, എൻ്റെ കീഴിലും പടിയാലുണ്ട്. ഒരുവനോട് പോവുക എന്ന് പറയുമ്പോൾ അവൻ പോകുന്നു, അവനോട് വഴിക എന്ന് പറയുമ്പോൾ അവൻ വരുന്നു, എൻ്റെ ദാസനോട് ചെയ്യുക എന്ന് പറയുമ്പോൾ അവന് ചെയ്യുന്നു. യേശു ഇത് കേട്ട് ആശ്ചര്യപ്പെട്ട് തന്നെ അനുഗമിച്ചുകൊണ്ട് പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതുപോലുള്ള വിശ്വാസം ഇസ്രായേലിൽ ഒരുവനിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു വിശ്വാസം ഈ വ്യക്തിയുടെ ഉള്ളിൽ ഉണ്ട് എന്ന് യേശുവിന് അറിയാം. അതാണ് ഈ വ്യക്തി പറഞ്ഞപ്പോൾ തന്നെ യേശു പറഞ്ഞു, ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം. ആണ് ഈ വ്യക്തിയുടെ ഉള്ളിൽ അസാധാരണമായ ഒരു വിശ്വാസത്തിൻ്റെ ബലമുണ്ട്. യേശുവിനുള്ള വലിയ ഒരു വിശ്വാസമുണ്ട്. യേശു പറഞ്ഞാൽ എൻ്റെ ഭൃത്യൻ സൗഖ്യം പ്രാപിക്കുന്നു. ഉള്ളിൽ അങ്ങോട്ട് വിശ്വസിച്ചുണ്ടോ? സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതുപോലുള്ള വിശ്വാസം ഇസ്രായേലിൽ ഒരുവനിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. ഇസ്രായേലിൽ ഒരുവനിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ വിശ്വസിക്കുക. ആ വിശ്വാസം നിങ്ങളെ സൗഖ്യത്തിലേക്ക്, വിടുതലിലേക്ക്, അനുഗ്രഹത്തിലേക്ക്, അഭിവൃദ്ധിയിലേക്ക്, ഉയർച്ചയിലേക്ക് എല്ലാം നയിക്കും. ഉള്ളിൽ വിശ്വസിക്കണം ദൈവത്തിൻ്റെ വചനം. എങ്ങനെ വിശ്വസിക്കണം? ഞാൻ പറയും, കണ്ണുമടച്ച് വിശ്വസിക്കണം. അന്ധമായിട്ട്, ബ്ലൈൻഡ് ഫെയ്ത്ത് എന്ന് പറയും. അന്ധമായിട്ട് കർത്താവിലും അവിടുത്തെ വചനത്തിലും നിങ്ങൾ വിശ്വസിക്കുക. അത്ഭുതങ്ങൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. 13-ാമത്തെ വചനം, 8:13, മത്തായി 8:13. യേശു ശതാധിപനോട് പറഞ്ഞു, പൊയ്ക്കൊള്ളുക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയത്ത് തന്നെ ഭൃത്യൻ സുഖം പ്രാപിച്ചു. അപ്പോൾ ഭൃത്യൻ വീട്ടിൽ കിടപ്പാണ്. യേശു പറഞ്ഞു, നീ പൊയ്ക്കൊള്ളുക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ, വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയത്ത് തന്നെ ഭൃത്യൻ സുഖം പ്രാപിച്ചു. അപ്പോൾ ഭവനത്തിൽ കിടന്ന് തളർന്നു കിടന്ന് ആ ഭൃത്യൻ സൗഖ്യം പ്രാപിക്കുക. യേശുവിന് കാലമോ സമയമോ ദൂരമോ ബാധകമല്ല. അവൻ ദൈവമാണ്, അവൻ സർവശക്തനാണ്, അവൻ സർവ്വവ്യാപിയാണ്, അവൻ സർവ്വവല്ലഭനാണ്, അവൻ എല്ലാറ്റിൻ്റെയും ഉടയവനാണ്, അവൻ സർവ്വവ്യാപിയാണ്. ദൈവത്തിന് പ്രത്യേകത അല്ലേ? സർവ്വവ്യാപിയാണ്, സർവശക്തനാണ്, പിന്നെ സർവജ്ഞാനിയാണ്. 3 കാര്യങ്ങളാണ്. സർവജ്ഞാനിയാണ്, സർവശക്തനാണ്, സർവ്വവ്യാപിയാണ്. അതാണ് യേശു പറഞ്ഞു, നിന്റെ വിശ്വാസം പോലെ ഭവിക്കട്ടെ. ആ സമയത്ത് വീട്ടിൽ കിടന്ന ഭൃത്യൻ സൗഖ്യം പ്രാപിച്ചു. അവൻ സർവ്വവ്യാപിയാണ്. എല്ലായിടത്തും യേശുവുണ്ട്. യേശുവിൻ്റെ ശക്തി അവിടെ വ്യാപരിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് ചലിക്കുകയാണ്, ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുകയാണ്. അവൻ്റെ ശക്തിക്ക് ഒരു കുറവ് സംഭവിച്ചിട്ടില്ല. അവൻ സർവജ്ഞാനിയാണ്, സർവശക്തനാണ്. അവൻ്റെ ശക്തി ഒഴുകി വീട്ടിൽ കിടന്ന ആൾ എണീറ്റതാ സൗഖ്യം പ്രാപിക്കണം. ഇവിടെ ഈ ശതാധിപൻ്റെ വിശ്വാസം, അവിടെ ഇതുപോലെയുള്ള ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. അടിയുറച്ചൊരു വിശ്വാസം. എൻ്റെ കർത്താവ് സൗഖ്യം നൽകും, എൻ്റെ കർത്താവ് അനുഗ്രഹിക്കും എന്നങ്ങോട്ട് വിശ്വസിക്കണം. ഹല്ലേലൂയ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ
അനാഥനല്ല.